Good afternoon all. Good afternoon all. Class okay. Good afternoon. Okay. Okay. Then okay, class start. Dietary service chapter. First location staffing. Role of dietitian. Dietitian roles complete roles inpatient catering, diet counseling, commercial catering, education, then training and research. Okay. Then we point complete last ini നമ്മൾ എടുക്കാനുള്ളത് functions ആണ് ആണോ ഓർക്കുന്നുണ്ടോ ക്ലാസ് വായിക്കുന്നുണ്ടോ നിങ്ങൾ functions തുടങ്ങിയാണ് നമ്മൾ ഇനി നെക്സ്റ്റ് എടുക്കാനുള്ളത് ഓക്കേ അപ്പോൾ ഇനി നമ്മൾ നോക്കാം ഡയറ്ററിയുടെ functions ആണ് അല്ലേ എന്തൊക്കെയാണെന്ന് നോക്കാം പോയിന്റ്സുകളാണ് ശ്രദ്ധിക്കുക ട്ടോ ഓർഗനൈസ്ഡ് പ്രിവെന്റീവ് മെയിന്റനൻസ് പ്രോഗ്രാം ഫോർ ദി equipment അതായത് നമ്മൾ ഡയറ്ററിയിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകളൊക്കെ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യണം പ്രിവെന്റീവ് ആയിട്ടുള്ള അതായത് ഇപ്പോ എക്യുപ്മെന്റ്സുകളൊക്കെ കേടുപാടുകളൊക്കെ വരാതെ നോക്കാനായിട്ടുള്ള പ്രിവെന്റീവ് ആയിട്ടുള്ള മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യണം ദെൻ സെക്കൻഡ് ഫംഗ്ഷൻ സപ്ലൈ ദ ബെസ്റ്റ് ഫുഡ് അറ്റ് കൺസിസ്റ്റന്റ് റേറ്റ് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റേറ്റിൽ സ്ഥിരമായിട്ടുള്ള ഒരു വിലയിൽ തന്നെ ഈ ഒരു ഫുഡ് എന്ത് ചെയ്യണം സപ്ലൈ ചെയ്യുക ദെൻ ബൈ ടു സ്പെസിഫിക്കേഷൻ റിസീവ് സപ്ലൈസ് check their quantity, quality, store. അതായത് ഇവിടെ പറയുന്നത് എന്താണ് നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം സപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കുന്ന ആ ഒരു ഡയറ്ററി സർവീസ് നമ്മൾ തയ്യാറാക്കുന്ന ഫുഡ്സിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും നോക്കുക അതുപോലെ തന്നെ എന്താണ് സ്റ്റോറൊക്കെ ഒന്ന് പരിശോധിക്കണം അതായത് കൃത്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയിലാണോ ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള ഫുഡ്സുകളൊക്കെ തന്നെയാണോ അതിന്റെ അളവുകളൊക്കെ കൃത്യമാണോ എന്ന് പരിശോധിക്കണം make portion assemble and distribute food അല്ലെ അതായത് എന്താണ് പറയുന്നത് make portion അതായത് നമ്മൾ ആവശ്യമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കുക then അതിനെ നമ്മൾ ഒന്നിച്ച് വെക്കുക then ഓരോ പേഷ്യൻസിനും ആവശ്യമുള്ള പേഷ്യൻസുകൾക്ക് അവരുടേതായ ആവശ്യമുള്ള ഫുഡ്സുകൾ എന്ത് ചെയ്യണം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം then development of recipes according to the nutritional needs of patients ഓരോ പേഷ്യന്റിനും ആവശ്യമായിട്ടുള്ള അവരുടെ ന്യൂട്രീഷണൽ നീഡ്സിനനുസരിച്ചിട്ട് റെസിപ്പീസും മറ്റും ഡെവലപ്മെന്റ് തയ്യാറാക്കുക then to instruct about how diet plays an important role in the treatment of various diseases ഡയറ്റ് പ്ലാൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഡയറ്റ് എങ്ങനെയാണ് ട്രീറ്റ്മെന്റിനും മറ്റും അസുഖങ്ങൾക്കും ഏറ്റവും ഒരു ഡയറ്റ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പേഷ്യൻസിന് കൊടുക്കാണ് അതായത് ഒരു ഡയറ്റ് പ്ലാൻ കൊണ്ട് ഒരു ഡയറ്റ് കൊണ്ട് ഉണ്ടാകുന്ന പ്രയോജനങ്ങൾ ആ പേഷ്യന്റിന്റെ പല വിധത്തിലുള്ള അസുഖങ്ങളെ നമുക്ക് മാറ്റാനായിട്ട് ഈ ഒരു ഡയറ്റ് ചാർട്ട് കൊണ്ട് സഹായിക്കും എന്നുള്ള ആ ഒരു ഡയറ്റ് പ്ലാൻസിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പേഷ്യൻസിന് കൊടുക്കുക അല്ലെ ഇന്ന് നമുക്കറിയാം ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒത്തിരി ഉണ്ട് അല്ലെ അപ്പോ ഇതെല്ലാം പരമാവധി എവിടെ നിന്നാണ് ഈ അസുഖങ്ങളൊക്കെ വരുന്നത് കൂടുതലായിട്ടും നമ്മളുടെ ലൈഫ് സ്റ്റൈല് അല്ലെ നമ്മളുടെ ഫുഡിൽ നിന്നൊക്കെയാണ് ഒരുപാട് അസുഖങ്ങൾ കൂടുതലായിട്ടും വരുന്നത് ആണോ ഇന്നത്തെ നമ്മളുടെ ഫുഡ് സ്റ്റൈലിൽ വ്യത്യാസമുണ്ട് അല്ലെ കൂടുതലും ജങ്ക് ഫുഡ്സുകൾ ഉപയോഗിക്കുന്നു കളർ ചേർത്ത് മായം ചേർത്തിട്ടുള്ള ഫുഡ്സ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത് സോ ഒരു വിധത്തിലുള്ള അസുഖങ്ങൾ വരുന്നത് കൂടുതലും എന്തുകൊണ്ടാണ് ഈ ഫുഡിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഫുഡ് ഹാബിറ്റിൽ നിന്നാണ് വരുന്നത് അല്ലെ അപ്പൊ പലതരത്തിലുള്ള അസുഖങ്ങൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഡയറ്റ് ചാർട്ട് കൊണ്ട് മാറ്റിയെടുക്കാൻ ഒരു പരിധി വരെ ട്രീറ്റ്മെന്റിന്റെ ഒപ്പം തന്നെ ഈ ഒരു ഡയറ്റ് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കും സോ അങ്ങനെയുള്ളൊരു ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാണ് പേഷ്യൻസിന് ഇങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങൾ നമുക്ക് മാറ്റാൻ സാധിക്കും എന്നുള്ളൊരു അവയർനെസ് പോലെ കൊടുക്കുക then to follow the everyday diet pattern of patients to meet their needs അതായത് പേഷ്യൻസിന്റെ അവരുടെ രോഗാവസ്ഥകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എവറിഡേയിൽ ആ ഒരു ഡയറ്റ് പാറ്റേൺ അവർക്ക് സജ്ജീകരിച്ചു കൊടുക്കാണ് എങ്ങനെയൊക്കെയാണ് ഓരോ അസുഖത്തിനും ഓരോരോ ഡയറ്റ് പ്ലാൻ ആയിരിക്കും ഇപ്പൊ ഒരു ഡയബറ്റിക് പേഷ്യൻസിനാണെങ്കിൽ അവർക്ക് കഴിക്കേണ്ട ഫുഡ്സുകൾ ഏതൊക്കെയാണ് അതുപോലെ ഓരോ ടൈപ്പ് ഓഫ് പേഷ്യൻസിന് വേണ്ടുന്ന ഫുഡ് ചാർട്ടുകൾ തയ്യാറാക്കി കൊടുക്കുക then
The everyday function of the dietary department is to prepare meal snacks for patients who are admitted to the hospital. ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ ദിവസത്തെയും ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു പ്രിപ്പയർ മീൽസ് ആൻഡ് സ്നാക്സ് ഫോർ പേഷ്യൻസ് ഹു ആർ അഡ്മിറ്റഡ് ടു ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരിക്കുന്ന പേഷ്യൻസുകൾക്ക് മീൽസും ഫുഡ്സും തയ്യാറാക്കുക എന്നുള്ളതാണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ എവറിഡേ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദീസ് മീൽസ് ആർ പ്രിപ്പയർഡ് ബൈ സ്ട്രിക്ട് ഗൈഡ് ലൈൻസ് ഓഫ് ഫിസിഷ്യൻസ് റിട്ടൺ ഓർഡർ. ഇനി ഈ മീൽസ് തയ്യാറാക്കുമ്പോൾ സ്ട്രിക്ട് ഗൈഡ് ലൈൻസോട് കൂടി തന്നെ തയ്യാറാക്കണം. ഫിസിഷ്യൻസിന്റെ റിട്ടൺ ഓർഡേഴ്സ്, ഇന്ന ഫുഡുകൾ കഴിക്കാൻ പാടുള്ളൂ, ചില ഫുഡുകൾ കഴിക്കാൻ പാടില്ല എന്നൊക്കെ ഫിസിഷ്യൻസ് പറയും അല്ലെ. അതിനനുസരിച്ചിട്ടുണ്ട് വേണം നമ്മൾ മീൽസ് പ്രിപ്പയർ ചെയ്യുവാൻ. Then arrange, carry out patient therapy, education and counseling. പേഷ്യന്റിന്റെ തെറാപ്പിയും അതുപോലെ തന്നെ പേഷ്യൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ അസുഖങ്ങൾക്ക് ഡയറ്റ് പ്ലാൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്ന ഫുഡുകൾ കഴിക്കാൻ പാടില്ല, ചില ഫുഡുകൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളത് കഴിക്കണം അല്ലെ എന്നുള്ള കാര്യങ്ങൾക്ക് ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുക, കൗൺസിലിംഗ് കൊടുക്കുക പേഷ്യൻസിന്. Then train dietetics intern. അതായത് ഇവിടെ പറയുന്നത് എന്താണ്, ഡയറ്റിക് ഇന്റേൺസ് ഒരു ശരിയായിട്ടുള്ള ഒരു ഡയറ്റിക് പ്ലാൻ നിർദ്ദേശിക്കാണ്, ആ ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് നിർദ്ദേശിക്കുക. Give direction to nurse, medical and dental students about the principles of nutrition and diet therapy. ഡയറക്ഷൻസ് കൊടുക്കാണ് നഴ്സസിനും then medical and dental സ്റ്റുഡൻസിനും about എന്തിനെ കുറിച്ച്, ന്യൂട്രീഷൻസിനെ കുറിച്ചും ഡയറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഡയറക്ഷൻസുകളൊക്കെ കൊടുക്കാണ്. അതായത് ഇതുപോലെ ക്ലാസ്സുകളാകാം, എന്തെങ്കിലും അവയർനെസ് പ്രോഗ്രാംസുകൾ കൊടുക്കുക. Collaborate with medical staff in arranging, preparing and serving experimental metabolic research diet. ഇതോടെ പറയുന്നത് collaborate with the medical staff in arranging അല്ലെ. അതായത് എന്താണ്, സഹകരിച്ച് പ്രവർത്തിക്കാണ്. അതായത് ഈ ഒരു മെറ്റാബോളിക് റിസർച്ച് ഡയറ്റുകളെ കുറിച്ചിട്ടും മറ്റു മെറ്റാബോളിക് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മെറ്റാബോളിസം കേട്ടിട്ടുണ്ടോ മെറ്റാബോളിസം. അതായത് നമ്മുടെ ശരീരത്തില് ആവശ്യമില്ലാത്ത ഒരുപാട് കൊഴുപ്പുകളൊക്കെ ഉണ്ടാവും, ശക്തി ഫുഡൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ. സോ ഇങ്ങനെയുള്ള ഒരു ഡയറ്റ് പ്ലാൻസിനെ കുറിച്ച് മെഡിക്കൽ സ്റ്റാഫുകളെയും അതുപോലെ തന്നെ അതിനായിട്ടുള്ള പ്രിപ്പയർ ചെയ്യാനും സെർവ് ചെയ്യാനൊക്കെ ആയിട്ട് അവരെ നമ്മള് സഹകരിക്കുകയാണ് അവരോടൊപ്പം. Then to keep good nutritional status of all patients, establish standards for arranging menus, preparing, serving food and managing meals. To keep good nutritional status of all patients അല്ലെ. അതായത് ഭക്ഷണം നമ്മൾ വിളമ്പുന്നതിനും അതുപോലെ തന്നെ ഫുഡ് കൈകാര്യം ചെയ്യുന്നതിനും നല്ലൊരു മാനദണ്ഡങ്ങളൊക്കെ ക്രമീകരിക്കണം, അത് എസ്റ്റാബ്ലിഷ് ചെയ്യാം. എല്ലാത്തിനും ഒരു കൃത്യമായിട്ടുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യണം എന്ന്. അതായത് നമ്മളിപ്പോ ഒരു ഡയറ്റ് ചുമ്മാ ഒരു ഭക്ഷണം പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക എന്നല്ല, മറിച്ച് അവർക്ക് അതിനാവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള അളവിലുള്ള ന്യൂട്രീഷൻസ് ഒക്കെ അതിലുണ്ടോ, ഓരോ പേഷ്യന്റിന് പറഞ്ഞിരിക്കുന്ന അളവിൽ തന്നെയാണോ, ഇതൊക്കെ കൃത്യമായിട്ടും ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ കീപ്പ് ചെയ്തിരിക്കണം. ഓക്കെ, ഇത്രയുമാണ് ഡയറ്ററിയുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്, മനസ്സിലാക്കി പഠിച്ചാൽ മതി. നിങ്ങൾ ഹാർട്ട് ഒന്നും ചെയ്യേണ്ട, അത്യാവശ്യം അറിയാലോ. ഒരു പേഷ്യന്റിന് വേണ്ടി നമ്മൾ ഓരോ പേഷ്യന്റിനും ഓരോ വ്യത്യസ്തമായിട്ടുള്ള അസുഖങ്ങളുള്ള പേഷ്യൻസ് ആയിരിക്കും അല്ലെ. അപ്പൊ ഓരോ പേഷ്യന്റിനും അവർക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസ് ഫുഡ് കൃത്യമായിട്ടുള്ള അളവിലും ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും തയ്യാറാക്കുക. ഓക്കെ, ഇങ്ങനെ വായിച്ചു നോക്കാം. ഫങ്ഷൻസ് പോയിന്റ്സുകളാണ്, മനസ്സിലാക്കി വായിക്കണേ. വായിച്ചോളൂ കേട്ടോ ഫങ്ഷൻസ്.
ഓരോ പോയിന്റും മനസ്സിലാക്കി വായിക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചുള്ളവരും ഫങ്ഷൻസ്, ഡയറ്ററി സർവീസസിന്റെ ഫങ്ഷൻസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. പ്രോബ്ലം സിറ്റുവേഷൻ. ഡയറ്ററി സർവീസസ് നേരിടുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന്, പ്രശ്നങ്ങൾ. ഫസ്റ്റ് വൺ, ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഫുഡ് സർവീസ് സ്റ്റാഫ് ആൻഡ് നഴ്സിംഗ് സ്റ്റാഫ്. അതായത് ഫുഡ് സർവീസ് ചെയ്യുന്ന സ്റ്റാഫുകളും നഴ്സിംഗ് സ്റ്റാഫുകളും തമ്മിൽ ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവാം, തർക്കങ്ങൾ ഉണ്ടാകും. Then complaints against the department with regard to the quality of food. ഫുഡിന്റെ ക്വാളിറ്റി തമ്മിലുള്ള പ്രശ്നങ്ങളുമായിട്ട് കംപ്ലൈൻസ് വരാം ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിനെതിരെയായിട്ടുള്ള കംപ്ലൈൻസുകൾ. Then tribal theft and robbery in department. അതായത് എന്താണ്, മോഷണം അല്ലെങ്കിൽ കവർച്ച ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മോഷണം പോവുക, കവർച്ചയൊക്കെ സംഭവിക്കാം. ഡയറ്ററിയിൽ എന്തെങ്കിലും ഉപകരണങ്ങളൊക്കെ കൊണ്ടുപോകുന്നതോ അങ്ങനെ എന്താ പറയാ മോഷണം പോവുക എന്നൊക്കെയുള്ള കേസുകൾ വരാം, അതൊരു പ്രശ്നമാണ്. Then big frauds can occur in materials management department. Big frauds, വലിയ തട്ടിപ്പുകളൊക്കെ സംഭവിക്കാവുന്ന മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ. അതായത് മെറ്റീരിയൽസ് ഒക്കെ ആ ഒരു മാനേജ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിൽ വലിയ വലിയ തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ വന്നേക്കാം. സ്റ്റോർ മാനേജ്മെന്റിൽ. Then disposal of waste garbage. മാലിന്യങ്ങള് ഈ നമ്മളെ ഡയറ്ററിയിൽ വരുന്ന മാലിന്യങ്ങളെ ഡിസ്പോസ് ചെയ്യുന്ന പ്രശ്നം നമ്മൾക്ക് വന്നേക്കാം. അപ്പൊ ഇത്രയും പ്രശ്നങ്ങളാണ് ഒരു ഡയറ്ററി സർവീസ് നമ്മൾ നേരിടുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് പഠിക്കണം. സൈഡിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. പ്രോബ്ലം സിറ്റുവേഷൻസ്, ഡയറ്ററി സർവീസസ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്. 5 പ്രോബ്ലംസ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 5ഉം പഠിക്കണം. സൈഡിൽ നോട്ട് ചെയ്ത് വെക്കാം. ഇനി ആ പ്രോബ്ലംസ് ഒന്ന് വായിച്ചു നോക്കി. 5 പോയിന്റ് ആണ്. 5 പ്രോബ്ലംസ് വായിക്കാം. ഫോർത്ത് പോയിന്റ് ഏതായിരുന്നു? അതായത് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ എന്താണ് ഫ്രോഡ് മീൻസ് തട്ടിപ്പുകളൊക്കെ നടത്താറുണ്ട്. ഇപ്പൊ എന്തെങ്കിലും മോഷ്ടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിപ്പുകൾ, ഇപ്പൊ ഫണ്ടിന്റെ കാര്യത്തിലാണെങ്കിലും എന്തെങ്കിലും തിരിമറികളൊക്കെ നടത്താന്നൊക്കെ പറയില്ലേ, അതുപോലെ വലിയ വലിയ രീതിയിലുള്ള തട്ടിപ്പുകളൊക്കെ നടത്താമെന്ന്. പോയിന്റ് ഒന്ന് വായിച്ചു. സോറി, 5 പ്രോബ്ലംസ് വായിക്കാം. രണ്ടാമത്തെ പ്രോബ്ലം എന്തായിരുന്നു? കംപ്ലൈന്റ് അഗെയിൻസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വിത്ത് റിഗാർഡ് ടു ക്വാളിറ്റി ഓഫ് ഫുഡ്. ഫുഡിന്റെ ക്വാളിറ്റിയുടെ പ്രശ്നം പറഞ്ഞുകൊണ്ട് ഈ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിനെതിരെ കംപ്ലൈന്റ്സ് വരുന്നത് ക്വാളിറ്റിയിലെ പ്രശ്നങ്ങൾ മൂലം.
നമ്മൾ കൊടുക്കുന്ന ഫുഡിലെ കൃത്യമായിട്ടുള്ള ക്വാളിറ്റി ഇല്ലേ, ക്വാണ്ടിറ്റി ഇല്ലേ, അപ്പോ അങ്ങനെ അതിനെതിരായിട്ടുള്ള കംപ്ലൈന്റ്സുകൾ വന്നേക്കാം. മൂന്നാമത്തെ എന്തായിരുന്നു? ഇപ്പൊ മോഷണം പോവുക, കവർച്ച നടക്കുക ഡിപ്പാർട്ട്മെന്റിൽ നിന്നും, ആ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും. ചിലപ്പോൾ പാത്രങ്ങളാകാം, അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന എന്തെങ്കിലും മെഷീനറി ആകാം, അതൊക്കെ മോഷണം പോവുക അല്ലെങ്കിൽ കവർച്ച ചെയ്യുക. സൈഡിൽ നോട്ട് ചെയ്ത് വെക്കണോട്ട്, അത് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്, വായിച്ചൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പെട്ടെന്ന്. Okay, complete ചെയ്തോ? Then next one, policies and procedures that can be applied in dietary service. Dietary department നടപ്പാക്കുന്ന പോളിസികൾ, പ്രൊസീജിയേഴ്സ്, പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണെന്നാണ് പോയിന്റ്സ് ആണ് നോക്കാം. Dietitian is liable for the quality and quantity of food items. Underline ചെയ്യണം കേട്ടോ, ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തോളൂ. Dietitian is liable for the quality and quantity of food items. ഡയറ്റീഷ്യന്റെ കടമയാണ് പേഷ്യൻസിന് ക്വാളിറ്റി ആയിട്ടുള്ളതും ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. Then powers of emergency purchases should be given to the officer in charge. എന്നോട് പറയുന്നത് powers of emergency purchase should be given to officer in charge. അതായത് പറയുന്നത് പർച്ചേസ് ചെയ്യാനായിട്ടുള്ളത്, അതായത് ഇപ്പോൾ ഡയറ്ററിയിലോട്ട് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഒരു അധികാരം, ചുമതലയും ഒരു ഉദ്യോഗസ്ഥർക്ക്, ഒരു ഓഫീസർ ഇൻചാർജിന് നൽകിയിരിക്കണം എന്ന്. അവിടുത്തെ മെറ്റീരിയൽസ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനായിട്ടുള്ള ഒരു അധികാരം ഓഫീസർ ഇൻചാർജ് ആയിരിക്കണം. ഇൻചാർജിനാണ് ഈ ഒരു പർച്ചേസിംഗ് ആയിട്ടുള്ള അധികാരം ഉള്ളത്. Then a team consisting of 3 to 4 members should inspect the food items received. അതുപോലെ തന്നെ എന്താണ്, ഒരു 3-4 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു ടീം ഉണ്ടായിരിക്കണം. ഈ ഡയറ്ററി സർവീസസിൽ 3-4 പേരടങ്ങുന്ന ഒരു ടീം ഉണ്ടായിരിക്കണം. ഈ ടീം എന്ത് ചെയ്യണം, ഫുഡ് ഐറ്റംസ് ഒക്കെ ഒന്ന്, നമ്മളിപ്പോ ഫുഡൊക്കെ തയ്യാറാക്കി കഴിയുമ്പോൾ അതൊന്ന് പരിശോധിക്കണം എന്ന്, കൃത്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് എന്ത് ചെയ്യാ, പരിശോധിക്കുക. Then everything should be correctly maintained and cleaned. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അതുപോലെ ക്ലീൻ ആയിരിക്കണം എന്ന്. നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോഴും അത് സെർവ് ചെയ്യുമ്പോഴും ഇതെല്ലാം ക്ലീൻ ആയിരിക്കണം. Then proper sanitation and cleanliness that include rodent control measures should be noticed. Proper sanitation and cleanliness, നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഏരിയ ആണെങ്കിലും, നമ്മൾ സ്റ്റോർ റൂം ആണെങ്കിലും, നമ്മൾ അത് സെർവ് ചെയ്യുന്ന ഏരിയ ആണെങ്കിലും ഫുൾ സാനിറ്റേഷൻ ചെയ്യണം, അതുപോലെ തന്നെ ക്ലീൻ ആയിരിക്കണം. ഇനി ദാറ്റ് ഇൻക്ലൂഡ്സ് റോഡന്റ് കൺട്രോൾ. റോഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ, റോഡന്റ് എലിയുടെ ശല്യം ഉണ്ടാകും അല്ലെ, നമ്മുടെ ഈ സ്റ്റോർ റൂമിലൊക്കെ ആണെങ്കിൽ എലിയുടെ ശല്യങ്ങൾ ഉണ്ടാകും. സോ ആ എലി ശല്യത്തിന് എന്താ പറയാ, കൺട്രോൾ ചെയ്യാനായിട്ടുള്ള മെഷേഴ്സുകൾ നമ്മൾ എടുത്തിരിക്കണം. Then supervisory staff should be ready in patient's kitchen throughout all working hours and the work schedule should be arranged properly. Supervisory staff should be ready in patient kitchen. Patient kitchen എന്ന് പറഞ്ഞാൽ ആ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ ഒരു സൂപ്പർവൈസറി സ്റ്റാഫ് ഉണ്ടായിരിക്കണമെന്ന്. All working hours and work schedule should be arranged properly. അപ്പൊ അവിടെയുള്ള കാര്യങ്ങളൊക്കെ മേൽനോട്ടം വഹിക്കുന്നത് ഈ ഒരു സൂപ്പർവൈസറി സ്റ്റാഫ് ആയിരിക്കണം. പേഷ്യൻസിന്റെ കിച്ചൺ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡയറ്ററിയിലാണ്.
അപ്പൊ അവിടെ ഒരു സൂപ്പർവൈസറി സ്റ്റാഫ് ഉണ്ടായിരിക്കണം. ദെൻ വർക്കിംഗ് അവേഴ്സിലും ഓരോ വർക്ക് ഷെഡ്യൂളും ഓരോ സ്റ്റാഫുകളുടെ ഒക്കെ തീരുമാനിക്കുന്നത് സൂപ്പർവൈസറി സ്റ്റാഫ് ആയിരിക്കും. Then the ward should be visited by dietitian every day. എല്ലാ ദിവസവും വാർഡിൽ പോയിട്ട് പേഷ്യന്റിനെ ഈ ഡയറ്റീഷ്യൻ വിസിറ്റ് ചെയ്തിരിക്കണം. Then service timing should be determined. അല്ലേ? അതായത് എന്താണ് പറയുന്നത്, സർവീസ് സമയങ്ങൾ നമ്മൾ നിശ്ചയിക്കണം. എപ്പോഴാണ് വിസിറ്റിംഗ് ടൈമുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ടൈം നിശ്ചയിക്കണം. Nurses should examine and oversee the distribution of meals in the wards. അല്ലെ? അതായത് നഴ്സുമാർ എന്ത് ചെയ്യാം, വാർഡുകളില് ഭക്ഷണം നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫുഡ് കൊടുക്കുമ്പോൾ അത് പരിശോധിക്കുകയും വേണം. അതിനുള്ള കാര്യങ്ങളൊക്കെ മേൽനോട്ടം വഹിക്കണം. അതായത് ഇപ്പോ കൃത്യസമയത്ത് അവർക്ക് ഫുഡ് എത്തിയിട്ടുണ്ടോ, ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ, ക്ലീനൊക്കെ ആണോ എന്നൊക്കെ എന്ത് ചെയ്യണം, നഴ്സ് വേണം അത് എക്സാമിൻ ചെയ്യാൻ, പരിശോധിക്കുവാൻ. ഓക്കെ, ഇത്രയുമാണ് ഒരു ഡയറ്ററി സർവീസസിൽ വരുന്ന പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. പോയിന്റ്സുകളാണ്, മനസ്സിലാക്കി വായിക്കണം. ഓക്കെ, വായിച്ചു നോക്കിക്കോളൂ. പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. വായിച്ചോ? പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് that can be applied in dietary. കംപ്ലീറ്റ് ചെയ്തോ? ഇപ്പോ നമ്മളുടെ ഡയറ്ററി സർവീസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ് ഡയറ്ററി സർവീസസ്. ചെറിയ ചാപ്റ്റർ അല്ലേ? പഠിക്കാനായിട്ട് അത്യാവശ്യം പോയിന്റ്സുകൾ ഉണ്ട് കേട്ടോ. ചെറിയ ചാപ്റ്റർ ആണെങ്കിലും പോയിന്റ്സുകൾ ഉണ്ട് അല്ലെ? കുറച്ച് ബോറുണ്ടായിരുന്നു ഈ ഒരു ചാപ്റ്റർ. ബുദ്ധിമുട്ടുണ്ടായിരുന്നോ പഠിക്കാൻ? കുഞ്ഞു ചാപ്റ്റർ ആണ് എങ്കിലും കേൾക്കാത്ത കുറെ ടേംസും കാര്യങ്ങളൊക്കെ അതിൽ പഠിച്ചു നിങ്ങൾ അല്ലെ? 1-2 പേജസ് ഉള്ളെങ്കിലും അത്യാവശ്യം അതിൽ പോയിന്റ്സുകൾ ഉണ്ട് പഠിക്കാനായിട്ട്. സോ നോക്കാം, നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഡയറ്ററി സർവീസസ് നോക്കാം. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പഠിച്ചു ഡയറ്ററി സർവീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന് നമ്മൾ ഫുഡ്സും മീൽസ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഹോസ്പിറ്റൽ സപ്പോർട്ടിംഗ് സർവീസസ് assisting in the restoration of health through diets and created using science. അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിലും ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. ഇറ്റ് ഈസ് ദ മോസ്റ്റ്, നാലാമത്തെ ലൈൻ ആണ് ഇൻട്രൊഡക്ഷനിലുള്ള നാലാമത്തെ ലൈൻ. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? നമ്മള് ചെയ്തായിരുന്നോ? അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ നോക്കാം. ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഹോസ്പിറ്റൽ supportive service assisting in the restoration of health through diets created using science. Then objectives. എന്തൊക്കെയാണ് ഡയറ്ററി സർവീസസിന്റെ ഒബ്ജക്റ്റീവ്സ്? ഇപ്പൊ പ്രധാനമായിട്ടും ഒരു 6 ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പൊ 6 ഒബ്ജക്റ്റീവ്സ് അതുപോലെ തന്നെ നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചിരിക്കണം ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, then dietitians നെ കുറിച്ചാണ് താഴെ പറയുന്നത്. അതിൽ നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. Dietitians are
health professional, ideally skilled in implementing the altering good routine of an individual or population. Underline ചെയ്തിട്ടില്ലേ നമ്മള്? Okay, then അതിൽ തന്നെ താഴെ ഡയറ്റീഷ്യൻസിന്റെ ഡ്യൂട്ടിയും then ഡയറ്റീഷ്യൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ഡയറ്ററി മാനേജ്മെന്റ് ഇമ്പോർട്ടൻസ് ആണ്. ജസ്റ്റ് ഇവിടെ നമ്മൾ ലൈഫ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യാനും then ന്യൂട്രീഷണൽ ആയിട്ടുള്ള ഒരു ബോഡി, പ്രോപ്പർ മീൽസ് പ്ലാൻ ഒക്കെ ആണെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യാനും ഇതിനെല്ലാം നമുക്ക് ഈ ഒരു ഡയറ്ററി പ്ലാൻ നമുക്ക് ഹെൽപ്ഫുൾ ആണ്. പിന്നെ നമ്മൾ നോക്കിയതേ എക്സാമ്പിൾസ് ഫോർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റ് എക്സാമ്പിൾസ് ആണ്. 7 ഡയറ്റ് ടൈപ്സുകൾ പഠിക്കണം. കാർഡിയാക്, റിനിയൽ, low sodium diet, soft diet, diabetic diet, high protein diet and liquid diet. Okay. പിന്നെ ലൊക്കേഷൻ ആണ് മെയിൻലി നമ്മൾ പ്രിഫറബിൾ ആയിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോർ ആണ് ഡയറ്ററി സർവീസസിന്റെ പ്രിഫറബിൾ ആയിട്ടുള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ സ്റ്റാഫിംഗിന്റെ ഒരു ഫ്ലോ ചാർട്ട് ആണ്. ഏറ്റവും ടോപ്പില് മെഡിക്കൽ സൂപ്രണ്ടന്റ്, ചീഫ് ഡയറ്റീഷ്യൻ, ദെൻ ഡയറ്റീഷ്യൻ, സൂപ്പർവൈസർ, കുക്ക്, പിയേഴ്സ്, അസിസ്റ്റന്റ് കുക്ക്, ദെൻ ക്ലീനേഴ്സ്. പിന്നെ ഇതിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് ഡയറ്റീഷ്യന്റെ റോള്. അപ്പൊ പ്രധാനമായിട്ടും ഡയറ്റീഷ്യന് 4 റോളുകളാണുള്ളത്. ഇൻപേഷ്യന്റ് കാറ്ററിംഗ്, ഡയറ്റ് കൗൺസിലിംഗ്, കൊമേഴ്സ്യൽ കാറ്ററിംഗ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ആ 4 റോൾസ് പേരുകൾ ഒന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം. റോൾസുകള് ദെൻ അതിനുള്ളിലുള്ളത് നിങ്ങൾ വായിച്ചത് മനസ്സിലാക്കി പഠിക്കാം. പേരുകൾ എന്ത് ചെയ്യണം? ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിച്ചേ പറ്റൂ. ദെൻ നമ്മൾ ഇന്നെടുത്ത ഫങ്ഷൻസ് ആണ്. ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്, മനസ്സിലാക്കി പഠിക്കാം. ഇത്രയും പോയിന്റ് ബൈ ഹാർട്ട് ഒന്നും ചെയ്യാൻ ഞാൻ പറയണില്ല. അത്യാവശ്യം നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന പോയിന്റ്സുകൾ തന്നെയാണ്. ദെൻ ലാസ്റ്റ് പിന്നെ പ്രോബ്ലം സിറ്റുവേഷൻ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കും. ഡയറ്ററി സർവീസസ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ 5 പ്രോബ്ലംസ് ആണ് ഫേസ് ചെയ്യുന്നത്, അത് കൃത്യമായിട്ടും പഠിക്കണം. ദെൻ ഡയറ്ററി സർവീസസിലെ പോളിസീസ്, പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിച്ചത്. ദെൻ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം, പഠിക്കുക നന്നായിട്ട്. പോയിന്റ്സ് അധികമുണ്ട്, ചെറിയ ചാപ്റ്റർ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വിട്ട് കളഞ്ഞിട്ട് കാര്യമില്ല. അതില് അത്യാവശ്യം പോയിന്റ്സുകളും കാര്യങ്ങളും പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മോഡ്യൂളില് ഞാൻ നിങ്ങൾക്ക് എടുക്കുന്ന പോർഷൻസുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എല്ലാ ടീച്ചേഴ്സിന്റെയും എനിക്ക് തോന്നുന്ന പോർഷൻസ് ഒരുവിധം കംപ്ലീറ്റ് ആയി. ഇപ്പോ എടുത്തുകൊണ്ടിരിക്കുന്നത് ടെർമിനോളജി ആണെങ്കിൽ അല്ലെ, മെഡിക്കൽ ടെർമിനോളജി അല്ലേ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞു ടീച്ചേഴ്സ് അല്ലെ. അപ്പോ ടെർമിനോളജിയില് റൂട്ട് വേർഡ്സ് ഒക്കെ കംപ്ലീറ്റ് ആയില്ലേ? പ്രിഫിക്സും സഫിക്സും കംപ്ലീറ്റ് ആയി? കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയി. റൂട്ട് വേർഡ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അബ്രിവിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ? അബ്രിവിയേഷൻ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു മേ ബി ഇടം വരെ എടുത്തു. 21 വരെ ആണോ എടുത്തിരിക്കുന്നത്? 21 വരെ എടുത്തിരിക്കുന്നത് ആണോ? ഓർക്കുന്നുണ്ടോ? നന്ദരാമസ് എടുക്കുന്ന ഭാഗത്ത് 21 വരെ അല്ലേ? 27 വരെ എടുത്തോ? 27 ആണോ? ഓക്കെ, 27, 21, 27 ഏതാണ് ഞാൻ പറഞ്ഞു എടുക്കേണ്ടത്? 22. ഇനി ഉണ്ടോ ഏതെങ്കിലും നമ്പർ? ഓക്കെ, 27 എന്നാണല്ലോ കുറച്ച് പേര് പറയുന്നത്. ഓക്കെ, 21 എന്നാണ് മിസ് പറഞ്ഞത് എന്നോട്. ഓക്കെ, നമ്മൾ 29 വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്, 27 വരെ. ഓക്കെ, ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്തു എന്നുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ ഈ 22 തുടങ്ങി നിങ്ങൾക്ക് എടുക്കാം, പറഞ്ഞു തരാം ജസ്റ്റ്. അപ്പൊ ഈ അബ്രിവേഷൻ പഠിക്കുമ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്താണ് മാർക്ക് ചെയ്ത് തരും, അതനുസരിച്ചിട്ട് പഠിക്കാം. കാരണം ഒരുപാട് അബ്രിവേഷൻസ് പഠിക്കാനുണ്ട്. സോ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അബ്രിവേഷൻസ് നോട്ട് ചെയ്ത് തരും, അത് നിങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി ഇത് കാണുമ്പോൾ ഇത്രയും അബ്രിവേഷൻസ് ഞങ്ങൾ എങ്ങനെ ഒരുമിച്ച് പഠിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഓരോ ടീച്ചേഴ്സും എടുക്കുന്ന പോർഷനിൽ നിന്ന് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട അബ്രിവേഷൻസുകൾ പഠിക്കാം, നമ്പേഴ്സ് പറഞ്ഞു തരും. നിങ്ങൾ ആ നമ്പേഴ്സ് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ അത് മാത്രം ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, കുറെ അബ്രിവേഷൻസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി ഓരോ ചാപ്റ്റേഴ്സുകളിലായിട്ട് പഠിച്ചിട്ടുള്ളതായിരിക്കും.
പുതിയതായിട്ട് നമ്മൾ പഠിക്കുന്ന അബ്രിവേഷൻസ് ഉണ്ടാകും. ഓക്കെ, ഇപ്പൊ ഞാൻ 22 തുടങ്ങിയിട്ട് അബ്രിവേഷൻസ് പറയാം. അബ്രിവേഷൻസ് ജസ്റ്റ് അബ്രിവേഷൻ എന്ന് പറയാൻ അറിയാലോ, ഫുൾ ഫോമുകളാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു പോകണില്ല. കാരണം ഒരു അബ്രിവേഷൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് നമുക്ക് പറഞ്ഞു പോകാനുള്ള ടൈം കിട്ടില്ല. അതിന് എന്താ പറയാ, ഒരു 1-2 ക്ലാസ്സുകളൊന്നും പോരാ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ. ഓക്കെ, അബ്രിവേഷൻസ് ജസ്റ്റ് നിങ്ങൾ അതുപോലെ തന്നെ ഒന്ന് പഠിച്ചു വെക്കാം. ദെൻ ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക്. 22 തുടങ്ങിയാണ് അബ്രിവേഷൻസ് വായിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കാം കേട്ടോ. 22 AP. AP എന്നുള്ളതിന് നമുക്ക് പല രീതിയിൽ അബ്രിവേഷൻസ് വരുന്നുണ്ട് കേട്ടോ. AP എന്നുള്ളതിന്റെ അബ്രിവേഷൻസ് ആണ്. 21 തുടങ്ങി പറയണോ? 21 സ്റ്റാർട്ട് ചെയ്യണോ? 21. ഓക്കെ, 21 എന്ന് പറയുന്നത് AO into 4. നമ്മൾ അങ്ങനെ തന്നെയാണ് പറയാറ്. Then alert and oriented to person. Alert and oriented to person. Place, time and self. Alert and oriented to person. Place, time, self. Okay. ഇനി 22 AP. AP എന്നുള്ളതിന് നമുക്ക് പല രീതിയിലും അബ്രിവേഷൻസിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് AP എന്നുള്ളത് ആന്റീരിയോ പോസ്റ്റീരിയർ, ഫ്രണ്ട് ടു ബാക്ക്, ആക്ഷൻ പൊട്ടൻഷ്യൽ, ആൻജിന പെക്ടോറിസ്, ആന്റീരിയർ പിറ്റ്യൂട്ടറി, ആർട്ടീരിയൽ പ്രഷർ. പല വ്യത്യസ്തമായിട്ട് നമുക്ക് AP-നെ അബ്രിവേഷൻസ് ഫോമിൽ പറയാം. അപ്പോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആന്റീരിയോ പോസ്റ്റീരിയോർ എന്ന് പറയുന്നു, ഫ്രണ്ട് ടു ബാക്ക് എന്ന് പറയാം, ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയും, ആന്റിന പെക്ടോറിസ് എന്ന് പറയും, ആന്റീരിയർ പിറ്റ്യൂരിറ്റി എന്ന് പറയാം, ആർട്ടീരിയൽ പ്രഷർ എന്ന് പറയാം. പ്രൊനൗൺസിയേഷൻ ഒക്കെ ശ്രദ്ധിച്ച് വായിക്കണം കേട്ടോ. ഡൗട്ട്സ് ഉള്ളതാണെങ്കിൽ നിങ്ങൾ പ്രൊനൗൺസ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, then APC അടുത്തതാണ് APC. നോക്കാം. Atrial premature complex. APC, atrial premature complex. Then activated protein C, APC. കണ്ടോ, പല രീതിയിലും പറയാവുന്ന, അതാണ് കോമൺ ആയിട്ട് തന്നിരിക്കുന്നത്. ഒരെണ്ണത്തിന് തന്നെ നമുക്ക് പല രീതിയിലും അബ്രിവേഷൻസിൽ പറയാം. ഒന്ന് ആർട്ടീരിയൽ പ്രീമേച്ചർ കോംപ്ലക്സ് എന്ന് വിളിക്കാം, ആക്ടിവേറ്റഡ് പ്രോട്ടീൻ സി എന്ന് വിളിക്കാം. ദെൻ അതുപോലെ തന്നെ എന്താണ്, ആസ്പിരിൻ, ഫെനാസിറ്റിൻ, കഫീൻ എന്നും വിളിക്കാം. 3 ടൈപ്പാണ് കേട്ടോ. ടിക്ക് ചെയ്യാനുള്ളത് ഞാൻ പറയാം. ഞാൻ എടുത്തതിന് ശേഷം നമ്പേഴ്സ് പറയാം. അങ്ങനെ മതിയില്ലേ? എടുത്തതിന് ശേഷം കുറച്ച് ഭാഗം വായിച്ചതിന് ശേഷം ടിക്ക് ചെയ്യാനായിട്ട് പറയാം. അങ്ങനെ പോരെ? ഓക്കെ, കുറച്ച് ഭാഗം എടുത്തിട്ട് അതിൽ നിന്ന് ഏതൊക്കെയാണെന്ന് പറയാം കേട്ടോ. എടുത്തു കഴിയുമ്പോൾ പറയുന്നതല്ലേ കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, അപ്പൊ APC നമ്മൾ പറഞ്ഞു. ഇനി AQ. AQ എന്നുള്ളത് വാട്ടർ, അക്വ നമുക്ക് നമ്മൾ പറയാറുണ്ടല്ലോ നോർമലി, അക്വാറ്റിക് എന്നൊക്കെ പറയില്ലേ. സോ AQ എന്നുള്ളത് വാട്ടർ, കോമൺ ആയിട്ടുള്ളതാണ് അല്ലെ. ഇനി ARDS, ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, പഠിച്ചിട്ടില്ലേ? ARDS പഠിച്ചോ? അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അത്. Then ASA. ASA ആസ്പിരിൻ എന്നാണ് നമ്മൾ പറയാ. ASA-നെ ആസ്പിരിൻ. ആസ്പിരിൻ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും ആസ്പിരിൻ? കേട്ടിട്ടുണ്ട്. എവിടെയാ കേട്ടിരിക്കുന്നത് ആസ്പിരിൻ? ഒരു ടാബ്ലറ്റിന്റെ പേരുണ്ട് ആസ്പിരിൻ, കേട്ടിട്ടുണ്ടോ? ഒരു മെഡിസിൻ ആണ്, മെഡ് നെയിം ആണ് അല്ലെ, ടാബ്ലറ്റിനാണ്. ഓക്കെ, ആസ്പിരിൻ എന്നാ പറയുന്നത്. ഇനി അതിന്റെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ആസ്പിരിൻ എന്ന് പറയാം. അതുപോലെ തന്നെ അസിറ്റോസാലിസിക് എന്ന് വിളിക്കും. അസിറ്റോസാലിസിക് എന്ന് പറയാറുണ്ട് കേട്ടോ. അസിറ്റോസാലിസിക് എന്നാണ് വിളിക്കുക. അസിറ്റോസാലിസിക് ആസിഡ്. Then ASAP നോർമലി നമ്മൾ പറയാറുള്ള as soon as possible അല്ലെ. ഇനി ASHD കേട്ടിട്ടുണ്ടോ? ASHD നോക്കാം. ASHD എന്ന് പറയുന്നത് ആർട്ടീരിയോസൈക്ലോറോട്ടിക് ഓർ എന്താ ആത്രോസ്ക്ലെറോട്ടിക് ഹാർട്ട് ഡിസീസസ്.
ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അസുഖമാണ് കേട്ടോ അത്. ASHD. ഓക്കെ. Then AB and A-B. AB എന്നും പറയും, അല്ലെങ്കിൽ A-B എന്നാണെങ്കിലും നോക്കാം. Arterioventricular or arteriovenous. Arterioventricular എന്ന് പറയും, arteriovenous എന്ന് വിളിക്കും. Then BBB, bundle branch block. Bundle branch block നമ്മുടെ ഹാർട്ടിനൊക്കെ വരുന്ന ഒരു ബ്ലോക്ക് ആണ് കേട്ടോ. നമ്മുടെ ഹൃദയമിടിപ്പൊക്കെ ശരിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാതെ വരിക എന്നുള്ള ഒരു കണ്ടീഷൻ ആണ് ഇത്. Then BID, ബ്രാക്കറ്റിൽ BD എന്ന് കൊടുത്തിട്ടുണ്ട്, twice daily. അതായത് ദിവസത്തിൽ 2 പ്രാവശ്യം എന്നുള്ളത്. ഇപ്പൊ മെഡിസിൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ മെഡിസിൻ കഴിക്കേണ്ടതൊക്കെ ആണെങ്കിൽ ചിലപ്പോ BD എഴുതിയിട്ടുണ്ടാകും. ഓക്കെ. അപ്പൊ അതിന് ഇങ്ങനെയുള്ള ഒരു അബ്രിവേഷൻ കൂടി ഉണ്ടെന്ന് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെ. അപ്പൊ കുറെ ചില കാര്യങ്ങളൊക്കെ അബ്രിവേഷൻ ഫോമിലായിരിക്കും എഴുതുന്നത്. സോ നമുക്കത് കൂടുതലായിട്ട് പേഷ്യൻസുകൾക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ ഇത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും കേട്ടോ, അബ്രിവേഷൻസ് പഠിച്ചു കഴിയുമ്പോൾ. അപ്പൊ ബിഗ് അല്ലെങ്കിൽ BID BD എന്ന് പറയുന്നത് ട്വൈസ് ഡെയിലി ആണ്. Then BKA, below the knee amputation. Okay. Then BM എന്ന് പറഞ്ഞതോ BM, bowel movement. BP അറിയാലോ, ബ്ലഡ് പ്രഷർ. BP അറിയാത്തവരുണ്ടാരെങ്കിലോ? BP ഓൾറെഡി എല്ലാവർക്കും അറിയാലോ BP. Then BS, Bachelor of Science. BS, Bachelor of Science. Then BSA, Body Surface Area. Body Surface Area. Then BX, Biopsy. ബയോപ്സി നമ്മള് ഇപ്പോ എന്തിനാ ബയോപ്സി ടെസ്റ്റ് ചെയ്യുന്നത്? ഇപ്പോഴാണ് ബയോപ്സിക്ക് അയക്കുന്നത്. കേട്ടിട്ടില്ല എല്ലാവരും ബയോപ്സി ചെയ്യാന്ന്? ബയോപ്സി ടെസ്റ്റ് ക്യാൻസറിന്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബയോപ്സിക്ക് അയക്കും. സോ അപ്പോ ഇപ്പൊ ഡോക്ടർ ബയോപ്സി ടെസ്റ്റിന് എഴുതുന്നത് ചിലപ്പോ BX എന്നായിരിക്കും. ഓക്കെ. BX എന്നാണ് ഈ ബയോപ്സിയുടെ ഷോർട്ട് ഫോം ആണ് BX. Then C dash, with എന്നുള്ള ഒരു മീനിങ് ആണ് C dash. Then C ഡിഗ്രി സെൽഷ്യസിനെയാണ് നമ്മള്, സെന്റിഗ്രേഡിനെയാണ് നമ്മള് സീറ്റിട്ട് നമ്മൾ ഡിഗ്രി ഇടുന്നത് അല്ലെ. Then CA, കാൽസ്യം. ഇവിടെ 2 CA വരുന്നുണ്ട്, ശ്രദ്ധിക്കണം കേട്ടോ. ക്യാപിറ്റലും സ്മോളും. CA എന്ന് പറയുന്നത് കാൽസ്യം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പണ്ട് കെമിസ്ട്രിയിലൊക്കെ പഠിച്ചത് ഓർമ്മ വെച്ചിട്ട് എഴുതാം കേട്ടോ, കാൽസ്യം. ഓക്കെ. Then ക്യാപിറ്റലിലെ CA എന്ന് പറയുന്നത്, സിയും എയും ക്യാപിറ്റല് കാർഡിയാക് അറസ്റ്റ്, അതായത് ഹാർട്ട് അറ്റാക്ക്. ഓക്കെ. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, മാറിപ്പോകാൻ ചാൻസും ഉണ്ട്. അപ്പൊ CA, ക്യാപിറ്റൽ C, then സ്മോൾ a എന്ന് പറയുന്നത് കാൽസ്യം, then ക്യാപിറ്റൽ C and A എന്ന് പറയുന്നത് കാർഡിയാക് അറസ്റ്റ്. ക്ലിയർ ആണല്ലോ രണ്ടും? മാറിപ്പോകരുതിട്ട് രണ്ടും. Then CABG, CABG, coronary artery bypass graft. ബൈപ്പാസിന്റെ ആ ഒരു ഭാഗത്തെയാണ് പറയുന്നത് CABG, coronary artery bypass graft. Then CAD, coronary artery disease, CAD. Then CBC, complete blood count, CBC, complete blood count. CC, cubic centimeter, normally നിങ്ങൾ കേട്ടിട്ടുണ്ടാകും cubic centimeter. Then CC or C/C, chief complaint. CCU, coronary care unit, coronary care unit. Then CHF, congestive heart failure, Cl-chloride. Then cm centimeter, cm cube, cubic centimeter. CNS, central nervous system, CNS, central nervous system. Okay. നമ്മള് 21 തുടങ്ങി 52 വരെയാണ് വായിച്ചത്. അതില് ഞാൻ നമ്പർ പറയാം, മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഓക്കെ. പെന്നൊക്കെ ഉണ്ടോ കയ്യില്? എല്ലാവരുടെ കയ്യിൽ പെന്നുണ്ടല്ലോ? ഓക്കെ. അപ്പോ 21 തുടങ്ങിയാണ് ഞാൻ വായിച്ചത്. 21 തുടങ്ങി 52 വരെ മാർക്ക് ചെയ്യേണ്ടത് പറയാം, ശ്രദ്ധിച്ചിരിക്കണേ.
എന്നിട്ട് നമുക്ക് മാർക്ക് ചെയ്തിട്ട് മാർക്ക് ചെയ്ത ഭാഗം ഒന്നും കൂടി മിസ് പറയാം. ഓക്കെ, അതെല്ലാം 25 മാർക്ക് ചെയ്തോളൂ. ARDS ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം, ARDS. ഓക്കെ, നമ്പർ 25 ആണ് കേട്ടോ. നമ്പർ കൂടി പറയാം. നമ്പർ 25 ARDS. ഓക്കെ, ARDS. Then അതുപോലെ തന്നെ നമ്പർ 28 മാർക്ക് ചെയ്യണം. ASHD. ASHD. Number 28 ASHD. Arteriosclerotic or atherosclerotic diseases. Atherosclerotic heart diseases. ASHD. 28. Then in the next mark ചെയ്യേണ്ടത് number 36 BSA, body surface area. Body surface area. Then 37 BX biopsy. BX 37 BX biopsy. Okay. Then in number 14 CA calcium. Then 41 mark ചെയ്തോളൂ കേട്ടോ, കാരണം അത് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. 40 41 CA, then capital CA calcium, then cardiac arrest. Then ഇനി വരുന്നത് 42 number 42 CABG, coronary artery bypass graft. CABG, coronary artery bypass graft. Then 44 CBC, complete blood count. 44 CBC, complete blood count. Then 47 CCU, coronary care unit. 47 CCU, coronary care unit. Then last 52 CNS, central nervous system. Central nervous system. Okay, ഇനി ടിക്ക് ചെയ്ത കാര്യം ഒന്നും കൂടി ഞാൻ വായിക്കാം. ഓക്കെ, നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ടിക്ക് ചെയ്ത നമ്പേഴ്സ് ഒന്നും കൂടി വായിക്കാം. ശ്രദ്ധിക്കാം കേട്ടോ, ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ടിക്ക് ചെയ്യാം. Number 25 ARDS, then 28 ASHD, then 36 BSA, 37 BX, then 40 CA, 41 capital CA, then 42 CABG, then 44 CBC, then 47 CCU, then last one 52 CNS. Clear ആണോ? പിക്ക് ചെയ്തിട്ടുണ്ടോ? മാർക്ക് ചെയ്തില്ല എല്ലാവരും? പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അതെല്ലാം കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് കേട്ടോ. ബാക്കിയുള്ളത് ടിക്ക് ചെയ്തിട്ടുള്ള ഭാഗം പഠിക്കാം. Then next one. (53) C-O, complaining of. Then CO, cardiac output. CO2, carbon dioxide. Then COLD,
chronic obstructive lung disease. COLD, chronic obstructive lung disease. Then COPD, chronic obstructive pulmonary disease. പഠിച്ചിട്ടുണ്ടല്ലോ? പഠിച്ചിട്ടില്ലേ COPD? പഠിച്ചിട്ടുണ്ടല്ലോ? ഓക്കെ, പഠിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും കേട്ടോ. COPD, chronic obstructive pulmonary disease. അപ്പൊ COLD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, L എന്ന് പറയുന്നത് lungs ആണ്, chronic obstructive lung disease. Okay. Then CP, chest pain, chemically pure cerebral palsy. Cerebral palsy. Okay. CP. Any CPR, cardiopulmonary resuscitation. അത് കേട്ടിട്ടുണ്ടാവുമല്ലോ, CPR കൊടുക്കാണ്. കേട്ടിട്ടില്ലേ CPR? Okay. Then CRNA, certified registered nurse anesthetist. CRT, capillary refill time cathode ray tube. Capillary refill time cathode ray tube. Then CSF, cerebrospinal fluid. Then CSM, carotid sinus massage, cerebrospinal meningitis. Then CVM, cerebrovascular accident. CVP, central venous pressure. CXR, chest X-ray. Then D and C, dilation and captation. Then D/C, discontinue. Then DIF, DIFF, differential. Then DIG, digoxin. Then DM, diabetes mellitus. Then DOA, dead on arrival. DOE, dyspnea exertion. DON, director of nursing. Okay. 53 തുടങ്ങി 74 വരെയുള്ളതാണ് ഇപ്പൊ നമ്മൾ വായിച്ചത്. അതില് പ്രധാനപ്പെട്ടത് ടിക്ക് ചെയ്യേണ്ട ഭാഗങ്ങൾ പറയാം, ശ്രദ്ധിച്ച് കേൾക്കാം. നമ്പേഴ്സ് നോക്കാം. 56 COLD, 56. അതുപോലെ 57 COPD, ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ COPD പോലെ തന്നെയാണ്. എല്ലിന്റെ അവിടെ എന്ത് വേണം? ലങ്സ് എന്നാക്കാം, ലങ് എന്നാക്കാം. ഓക്കെ. 56, 57. Then 59 CPR, cardiopulmonary resuscitation. 59. Then 62 CSF, cerebrospinal fluid. 62 CSF. It is 66 CXR, chest X-ray. സിമ്പിൾ അല്ലേ പഠിക്കാനായിട്ട്? എക്സ്റേ ഓർക്കുക, സി എന്ന് പറയുമ്പോൾ ചെസ്റ്റ് ഓർക്കുക. Then 74, last one, DON, director of nursing. അപ്പൊ നമ്മൾ വായിച്ചതില് 6 നമ്പർ ആണ് മാർക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. 6 ഞാൻ ഒന്നുകൂടി വായിക്കാം, ശ്രദ്ധിക്കാം കേട്ടോ. 56 COLD, chronic obstructive lung disease. Then 57 COPD, chronic obstructive pulmonary disease. Then 59 CPR, cardiopulmonary resuscitation. Then 62 CSF, cerebrospinal fluid. Then 66 CXR, chest X-ray. Then last one 74 DON, director of nursing. Okay ആണോ? ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടോ? നമ്പേഴ്സ് കൃത്യമാണോ? എളുപ്പമാണ് കേട്ടോ, ബുദ്ധിമുട്ടുള്ളതൊന്നും ഇല്ല അതിലധികം പഠിക്കാനായിട്ട്.
കോമൺ ആയിട്ട് നമ്മൾ ചില ചാപ്റ്റേഴ്സിലൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. നിങ്ങൾ എടുത്ത് എത്രയും ഒന്ന് വായിക്കാം കേട്ടോ. 21 തുടങ്ങി 70 എത്ര വരെയാണ് നമ്മൾ എടുത്തത്? 74 വരെ എടുത്തിട്ടുണ്ട്. അതുവരെ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് റീഡ് ചെയ്യാം കേട്ടോ, വായിക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പ്രത്യേകം നോട്ട് ചെയ്ത് നിങ്ങൾ സെപ്പറേറ്റ് ഒന്ന് എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ടീച്ചേഴ്സ് മാർക്ക് ചെയ്ത് തരുമല്ലോ. അപ്പൊ അത് മാത്രം ഒന്ന് നിങ്ങൾക്ക് റഫ് ബുക്കിലോ മറ്റൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ അതൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എളുപ്പമായിരിക്കുമല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റിലോ ഓൾറെഡി നോട്ട് ചെയ്ത് നോക്കി വായിക്കാം. ഇനി സമയം നിർബന്ധമൊന്നും ഞാൻ പറയണില്ല, കിട്ടുന്നത് പോലെ ടൈം കിട്ടുവാണെങ്കിൽ ഓരോ ടീച്ചേഴ്സും മാർക്ക് ചെയ്തിട്ടുള്ളതുണ്ടല്ലോ, അത് ഒരു പേപ്പറിലാണെങ്കിലോ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിലാണെങ്കിലോ മെഡിക്കൽ ടെർമിനോളജി എഴുതിക്കൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാർക്ക് ചെയ്തിട്ടുള്ളത് മാത്രം നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും പഠിക്കാനായിട്ട്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചുള്ളവരും. സോ ഇപ്പൊ നമ്മൾ അബ്രിവേഷൻസ് ബാക്കി കുറച്ചും കൂടി ഉണ്ട്. ഇപ്പൊ നെക്സ്റ്റ് അടുത്ത ടീച്ചർ ആയിരിക്കും ഇനി അടുത്ത ക്ലാസ്സിൽ. അപ്പൊ നമ്മളിത് പറഞ്ഞു ടെർമിനോളജി പറഞ്ഞ ചാപ്റ്റർ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ബാക്കി പോർഷൻ അടുത്ത ക്ലാസ്സിൽ എടുക്കും കേട്ടോ. ഓക്കെ, അപ്പൊ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am.